സനു, ഇതല്ലേ നിന്നെ കാണാതെ പോയ ലിപ്സ്റ്റിക്കിന്റെ പൗച്ച്? അതെ. ഇതെവിടെ നിന്ന് കിട്ടി? ഈ കട്ടിലിന്റെ അടിയിന്ന് തൂത്തപ്പ അമ്മയ്ക്ക് കിട്ടിയതാ. എന്നിട്ട് നീ എന്താ ഇതിനോട് പറയാതിരുന്നത്? അല്ല, അറ്റ്ലീസ്റ്റ് നന്ദുവിനോടെങ്കിലും പറഞ്ഞു. പറയാൻ മാത്രം ഗൗരവമുള്ള കാര്യമാണോ അത്? സമ്മതിച്ചു. ഒരു ലിപ്സ്റ്റിക് പൗച്ച് കാണാതെ പോകുന്നതും അത് പിന്നീട് കണ്ടുകിട്ടുകയും ചെയ്യുന്നത് സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതൊരാൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് നീയാ. ആ സ്ഥിതിക്ക് പിന്നെ അത് എവിടെന്നെങ്കിലും കിട്ടിയ ആ ആളെ വിളിച്ച് സോറി പറയേണ്ട മിനിമം മര്യാദയെങ്കിലും നിനക്ക് വേണ്ടേ സനു? വാട്ട് നോൺസെൻസ്! ഞാൻ എല്ലാവരും വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ച് നിന്റെ അനിയത്തിയോട് മാപ്പ് പറയണമെന്നാണോ പറയുന്നത്? നമുക്കൊരു തെറ്റ് സംഭവിച്ച ആ തെറ്റ് തിരിച്ചറിയുമ്പോഴെങ്കിലും ഒരു സോറി പറയുന്നത് സാമാന്യ മര്യാദയാണ് സനു. ഈ ലിപ്സ്റ്റിക് പൗച്ചിന്റെ പേരിൽ ശ്രീയുടെ അനിയത്തിയോട് ചെന്ന് എനിക്ക് മാപ്പ് പറയാൻ ഇപ്പൊ സൗകര്യമില്ല. നന്ദു ഇത് എടുത്തിട്ടില്ലെന്ന് നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ? അവൾ എടുത്താണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ നിനക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് ഇതിപ്പോ തിരിച്ചു കിട്ടിയപ്പോ അവളോട് സോറി പറയാൻ എനിക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? അത് പറഞ്ഞാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴോ? ഇതൊന്നും ശ്രീ എന്നോടല്ല ചോദിക്കണ്ടേ, സ്വന്തം അമ്മയോട് പോയി ചോദിക്കേ. അന്ന് നന്ദിത തന്നെ ഇത് എടുത്തോണ്ട് പോയി കാണുമെന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ശ്രീയുടെ അമ്മയാ. ഇന്ന് ഈ പൗച്ച് കട്ടിലിന്റെ അടിയിൽ കിട്ടിയതും അമ്മയ്ക്ക് തന്നെയാ. അപ്പൊ തന്നെ നന്ദുവിനോട് പറയണമെന്ന് ഞാൻ ചോദിച്ചതാ. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് എന്നോട് പറഞ്ഞത് അമ്മ തന്നെയാ. ഇനി ശ്രീക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയ് ശ്രീ. അപ്പൊ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ? ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇതിന്റെ പേരിൽ ഞാൻ നന്ദുവിനോട് ഒരിക്കലും മാപ്പ് പറയാൻ പോകുന്നില്ല. ഇനി ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്ന് ചന്ദ്രട്ടൻ കടന്നു. വെള്ളം എടുത്തു വെക്കാൻ മറന്നുപോയി. ഞാൻ പോയി എടുത്തോണ്ട് വരാം. നന്ദു മോഷ്ടിച്ചു എന്ന് പറഞ്ഞ സാനിയുടെ വില കൂടിയ പൗച്ച് തിരിച്ചു കിട്ടിയല്ലേ? അത് പിന്നെ ചന്ദ്രൻ ചോദിച്ചതിന് സമാധാനം പറയുന്നില്ല. ചന്ദ്രട്ടൻ അങ്ങനെ അറിഞ്ഞു? മിണ്ടിപ്പോരുന്നു നീ. കാണാതെ പോയ വില കൂടിയ ഒരു വസ്തുവിന്റെ പേരിൽ യാതൊരു അടിസ്ഥാനമില്ലാതെ വേറൊരാളെ മോഷ്ടാവാക്കുക, എന്നിട്ട് അത് എവിടെന്നെങ്കിലും തിരിച്ചു കിട്ടുമ്പോ ആ വിവരം ആരോടും പറയാതെ സമർത്ഥമായി മറച്ചു വെക്കുക. ഇതാണോ മര്യാദ? ചന്ദ്രേട്ട, നന്ദു പോലും അതൊക്കെ മറന്ന മട്ട. അതിന് പറഞ്ഞു ഓർമ്മിപ്പിച്ച് വെറുതെ ഒരു പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ. നന്ദു അത് മറന്നെന്ന് നിന്നോട് ആര് പറഞ്ഞു? അവള് സ്വന്തം വീട്ടിൽ കള്ളിയാക്കപ്പെടുക ചെയ്തത്. അവൾക്കെന്നല്ല, ലോകത്തിൽ ഒരാൾക്കും അങ്ങനെ ഒരു കാര്യം മറക്കാനോ പൊറുക്കാനോ കഴിയില്ല. എന്റെ മോൾ അനുഭവിച്ച അപമാനവും മനപ്രയാസവും എന്താണെന്ന് നെഞ്ചു പെടഞ്ഞ അവൾ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോ അത് ഏതോ കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടിയപ്പോ പറ്റിപ്പോയ തെറ്റൊന്ന് ഏറ്റുപറയാൻ സാനിയ പോലും തയ്യാറായി. പക്ഷെ നീ അത് സമ്മതിച്ചില്ല. ന്യായവും മനസാക്ഷിയും മറന്നാ നീ അന്ന് പെരുമാറിയത്. അന്ന് സാനിയ പറഞ്ഞ വാക്കും കേട്ട് നീ നന്ദുവിനെ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് അത് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോഴെങ്കിലും അവളോട് പോട്ടെ എന്നൊരു വാക്ക് പറയാൻ നിനക്ക് തോന്നണമായിരുന്നു. അവളുടെ ഉള്ളിൽ നിന്ന് ആ കരട് മായ്ച്ചു കളയാനുള്ള മനസ്സ് നീ കാണിക്കണമായിരുന്നു. സ്വന്തം മകളുടെ മനസ്സിലെ മുറിവുണക്കാൻ തയ്യാറാകാതെ മരുമോളുടെ അഹങ്കാരത്തിനും ദുരഭിമാനത്തിനും കൊടപിടിക്കാനാ നീ നിന്നത്. നീയാണടി യഥാർത്ഥ അമ്മായിയമ്മ. അങ്ങനെ അങ്ങ് കത്തി കേറും മുമ്പേ ചന്ദ്രേട്ടൻ ഒരു കാര്യം ഓർക്കണം. നമ്മുടെ മോള് നന്ദുവും ഗിരിധർ നമ്പ്യാരുടെ പെങ്ങള് സാനിയും തമ്മില് ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ചന്ദ്രേട്ട. നന്ദു ഈ വീട്ടിലെ കുട്ടിയ, സനു വന്ന് കയറിയവളും. ഒരു പ്രശ്നം ഉണ്ടായാലേ മാനസികമായി അത് ബാധിക്കാൻ പോകുന്നത് സാനിയെ തന്നെ. അവള് ജനിച്ചു വളർന്ന സാഹചര്യവും ഇവിടുത്തെ സാഹചര്യവും ചന്ദ്രേട്ടന് നന്നായിട്ട് അറിയാലോ. ഒന്നും രണ്ടും പറഞ്ഞു സനുവിനെ നമ്മൾ ഒറ്റപ്പെടുത്തിയ പിന്നെ സംഭവിക്കാൻ പോകുന്നതേ എന്താണെന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്ക്. നാളെ പിറ്റേന്ന് നന്ദു കല്യാണം കഴിഞ്ഞു പൊടിയും തട്ടി അങ്ങ് പോവും. ആജീവനാഥം നമ്മളോടൊപ്പം കഴിയേണ്ടതേ ശ്രീകുട്ടനും അവന്റെ ഭാര്യയായ സാനിയെയോ? നിസ്സാര കാര്യങ്ങളുടെ പേരില് ഈ വീട്ടിലെ വഴക്കും പ്രശ്നങ്ങളും വലുതായ അവൾ ഇവിടുന്ന് ഇറങ്ങി അങ്ങ് പോവും. നമ്മളെ വിട്ട് ശ്രീകുട്ടൻ ചിലപ്പോ പോയില്ലെന്ന് വരും. സാനി അവന് ജീവനാണ് ചന്ദ്രേട്ട. അങ്ങനെ വലുത് സംഭവിച്ച നമുക്കും അവൾക്കും ഇടയിൽപ്പെട്ട് തകർന്നടിയാൻ പോകുന്നത് ശ്രീകുട്ടന്റെ ജീവിതമായിരിക്കും.
അതെ, സ്വന്തം മോന്റെ ജീവിതം നശിച്ചു പോകുന്നത് കാണാനാണോ ചന്ദ്രേട്ടന് ഇഷ്ടം? അതല്ല, ഇനി അവനും കൂടി അവളുടെ കൂടെ എങ്ങാനും ഇറങ്ങിപ്പോയാ ഈ വയസ്സാം കാലത്ത് ഒരിറ്റ് വെള്ളം തരാൻ പോലും ആരും ഉണ്ടാവാതെ നരകിക്കാൻ പോകുന്നത് നമ്മളായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാ പിന്നെ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കുന്നത് നല്ലതാ. ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോവച്ച. ഇതെന്റെ വീടല്ലാത്ത പോലെ ഇന്ന് എന്നെ എടുത്തിട്ട് ലിപ്സ്റ്റിക് കാണാത്തതിന്റെ പേരിൽ കള്ളിയാക്കിയപ്പോ പോലും എന്റെ ഭാഗം പറയാൻ അച്ഛനല്ലാതെ ഒരാള് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. സത്യമായിട്ടും ആ ലിപ്സ്റ്റിക്കിന്റെ പൗച്ച് ഞാൻ എടുത്തിട്ടില്ല അച്ഛാ. നേരം വിളിക്കട്ടെ, അവൾ ഉണർന്നിട്ട് ഞാൻ അവളോട് മാപ്പ് പറഞ്ഞോളാം. പോട്ടെ, സാരമില്ല. ഈശ്വരാ, ഗിരിയുടെ ബെഡിലോ? ഞാനെങ്ങനെ ഇവിടെ വന്നു? എന്തൊരു തലവേദന ഇതാ. ഇന്നലെ വൈകുന്നേരം ആകാശിന്റെ വീട്ടിൽ പോയിട്ട് പിന്നെ എന്താ സംഭവിച്ചൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. നല്ല തലവേദന ഉണ്ടല്ലേ? ഗിരിക്കെങ്ങനെ മനസ്സിലായി? നാച്ചുറലി, ഇന്നലെ കഴിച്ച ലിക്കറിന്റെ ഹാങ് ഓവറാ. ഇത്തിരി വെള്ളം കുടിച്ചാൽ മാറിക്കോളൂ. ലിക്കറോ? ആര് കഴിച്ചു? എപ്പോ കഴിച്ചു? ഗിരി, സത്യം പറ ഗിരി പ്ലീസ്. ഇന്നലെ എന്തുണ്ടായേ? ഞാനെങ്ങനെ ഗിരിയുടെ ബെഡിൽ വന്നേ? എല്ലാം സുമതി ഇന്നലെ ആദ്യമായിട്ട് മദ്യവെച്ചതിന്റെ പ്രശ്നങ്ങളാ. സത്യം പറയാലോ, ഭയങ്കര ഓവറായിരുന്നു. ഞാൻ കുടിക്കാറില്ല, എനിക്കത് ഇഷ്ടമല്ല ഗിരി. ഓ ശരി, എന്നാ പിന്നെ ഓരോന്നായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എന്തൊരു ചതിയ സ്നേഹം എന്റെ അടുത്ത് കാണിച്ചു. അതെ, തലവേദന മാറുന്നില്ലെങ്കിലേ ഇതിൽ അതിനുള്ള ടാബ്ലറ്റ്സ് ഇരിപ്പുണ്ട്.
ഇതെടുത്ത് കഴിച്ചാ മതി. പിന്നെ ഇന്നലെ രാത്രി അടിച്ചു വിറ്റായിട്ടേ എന്നെ വിളിച്ച പേരെന്താണെന്ന് അറിയോ? ഗുളികൻ ഗിരിന്ന്. എന്നെ അങ്ങനെ വിളിച്ചതിനെ ദൈവം തന്ന ശിക്ഷയാ ഈ തലവേദന. അതുകൊണ്ടേ മാഡം ഈ ഗുളികൻ ഗിരിയുടെ ഗുളികയെടുത്ത് വിഴുങ്ങിയിട്ട് വിശ്രമിച്ചോളൂ. ദാ വാങ്ങിക്കൂ. ആകെ നാണക്കേടായി. ഹലോ, തല പൊങ്ങിയോ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ റൊമാൻറ്റിക് നൈറ്റ്? സ്നേഹേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ? മനുഷ്യനിവിടെ ആകെ നാണം കെട്ട് തൊലിയുരിഞ്ഞ് നിൽക്കുമ്പോഴാ റൊമാൻറ്റിക് നൈറ്റ്. എന്ത് പറ്റി? രാവിലെ തടിയൻ വഴക്ക് പറഞ്ഞോ? വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു അന്തസ് ഉണ്ടായിരുന്നു സ്നേഹ. ഇതൊരുമാതിരി പരിഹാസവും കുത്തുവാക്കൽ പറയലും. അതിന് തടിയനെ അങ്ങനെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റില്ല. അവനെ നീ ഇന്നലെ അത്രയ്ക്കും വട്ടം കറക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും കാരണം സ്നേഹം തന്നെയല്ലേ? ശത്രുക്കളോട് പോലും ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യല്ലേ? 2 പെഗ് അടിക്കുന്നൊന്നും ഇന്നത്തെ കാലത്ത് അത്ര വലിയ തെറ്റൊന്നുമല്ല. അതിന്റെ പേരിലെങ്കിലും നിങ്ങൾക്കിടയിലുള്ള ഈ ബലം പിടുത്തൊന്നും അവസാനിക്കല്ലോ എന്ന് കരുതിയിട്ട് ചെയ്തതാ. റൊമാൻസ് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നങ്ങ് വിചാരിച്ചു. അത് ഇത്ര വലിയ തെറ്റായി പോയോ? എനിക്കും ഗിരിക്കും ഇടയില് അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ സംഭവത്തോടെ ഗിരി എന്റെ അടുത്ത് കൂടുതൽ ഇറിറ്റേറ്റഡ് ആയെങ്കിലേ ഉള്ളൂ. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് ഓഫീസിലേക്ക് പോയിക്കുന്നപ്പോ. പോട്ടെ, സാരില്ല. എല്ലാം പോകെ പോകെ ശരിയാവും. അതിനുള്ള പൊടിക്കൈയാണല്ലോ ആ ഹണിമൂൺ ടിക്കറ്റ്. ഹണിമൂൺ ടിക്കറ്റോ? എന്ത്? ഓഹോ, അപ്പോ നിങ്ങൾ ആ ഗിഫ്റ്റ് പാക്കറ്റ് തുറന്നു പോലും നോക്കിയില്ല അല്ലേ? ഗിഫ്റ്റ് പാക്കറ്റോ? ആര് തന്നു? എന്തായാലും നീ അതൊന്ന് എടുത്തു നോക്ക്. അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഞാൻ ഗിരി, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. എന്താ അമ്മേ? അത് നിതീഷിന്റെ കാര്യം തന്നെയാ. അവന്റെ കാര്യം വലിയ കഷ്ടമാ മോനെ. അമ്മയെ ചെയ്ത തെറ്റിന്റെ ശിക്ഷ മാത്രമാണ് അവൻ ഇപ്പോഴും അനുഭവിക്കുന്നത്. അതൊന്നും അമ്മയ്ക്ക് അറിയാത്തതല്ലോ. അങ്ങനെയാണെങ്കിൽ നീ അവനെ അന്നേ പോലീസിൽ ഏൽപ്പിച്ചാ മതിയായിരുന്നു. അല്ലെങ്കിൽ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കിയാ മതിയായിരുന്നു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യുമായിരുന്നു. നിതീഷിനോട് ഞാനത് ചെയ്യാത്തതേ അവൻ എന്റെ അനിയനായി പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാ. ആ ചിന്ത അവനെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിലും നിനക്ക് വേണമായിരുന്നു ഗിരി. കമ്പനിയിലെ ജോലി നഷ്ടപ്പെട്ട ശേഷം അവൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടന്ന് അലയുക. ജോലി പോയതിന്റെ നിരാശയിൽ അവനിപ്പോ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കുടിയും തുടങ്ങിയിരിക്കുക. എന്റെ മോൻ ഇങ്ങനെ കുടിച്ച് മരിക്കുന്നത് കാണാനായിരിക്കും എന്റെ വിധി. അമ്മേ പ്ലീസ് ഇങ്ങനെ കരയാതെ. കരയാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഗിരി?
ഞാനൊരമ്മയല്ലേടാ. എത്ര കൊള്ളരുതാത്തവനായാലും എന്റെ മോനായി പോയില്ലേ. നിതീഷിനെ നീ എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേക്ക്. അവൻ എവിടെയെങ്കിലും പോയി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് അഭിമാനത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ സമാധാനിച്ചോളാം. അല്ലാതെ ഇങ്ങനെ സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും മുമ്പില് അവനെ നീ അവഹേളിക്കരുത് ഗിരിമോനെ. ഇതൊരു അമ്മയുടെ അപേക്ഷയാണ്. ഗിരി, നീ എന്റെ മക്കളും തമ്മിൽ ഞാൻ ഇന്നുവരെ ഒരു വേർതിരിവും കണ്ടിട്ടില്ല. ഞാൻ മാത്രമല്ല, എന്റെ മക്കളും നിന്നെ ഏട്ടാന്ന് വിളിക്കുന്നത് അത് സ്വന്തത്തിനേക്കാളും സ്വന്തമായിട്ട് കണ്ടിട്ട് തന്നെ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഞങ്ങളെ അങ്ങനെയല്ല കാണുന്നതെന്ന് അമ്മയ്ക്ക് തോന്നി. അത് അമ്മയെ വല്ലാതെ വേദനിപ്പിച്ചു മോനെ. ഞാൻ നിങ്ങളെയൊക്കെ എങ്ങനെയാ കണ്ടിട്ടുള്ളതെന്നേ എന്റെ മനസാക്ഷിക്കറിയാം. പിന്നെ മരിച്ചുപോയ എന്റെ അച്ഛന്റെ ആത്മാവിനും അത് നല്ല ബോധ്യമുണ്ടാവും. അന്ന് ആ മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച നിമിഷം മുതൽ അമ്മ എന്റെ സ്വന്തം അമ്മയും അവരെന്റെ സ്വന്തം സഹോദരങ്ങളുമാണ്. അതെന്റെ മരണം വരെയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എങ്കിൽ എന്റെ കണ്ണീരിന് ഈ എന്റെ മോൻ എന്തെങ്കിലും വില കാണണം. എന്റെ സങ്കടങ്ങൾക്ക് നീ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. നിതീഷിന് നീ ഒരേ ഒരു അവസരം കൂടി കൊടുക്കണം. അമ്മേ അരുത്. എന്റെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി അപേക്ഷിക്കേണ്ട കാര്യം അമ്മയ്ക്കില്ല. അമ്മയുടെ ഒരാഗ്രഹത്തിനും ഞാൻ ഇന്നുവരെ എതിര് നിന്നിട്ടില്ല. നിതീഷിനെ ഞാൻ എന്റെ സ്വന്തമായിട്ടേ കണ്ടിട്ടുള്ളൂ. അവൻ ചെയ്ത തെറ്റ് എന്നെ വല്ലാതെ തകർത്ത് കളഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവനെ ഞാൻ ഒരിക്കലും ഒരു അന്യനായി കണ്ടിട്ടില്ല അമ്മേ. നിതീഷിന് തല ഉയർത്തി നിൽക്കാൻ പാകത്തിൽ കമ്പനിയിൽ ഒരു ജോലി ഞാൻ കൊടുക്കാം. ഇനി ഇതിന്റെ പേരിൽ അമ്മ മനപ്രയാസപ്പെടണ്ട. എന്താ വേണ്ടെന്ന് വെച്ചാ ഞാനതെല്ലാം ചെയ്തിരിക്കും, ഇന്ന് തന്നെ. ഇരിക്കുമോളെ. ഇന്നെന്താ രണ്ടുപേരും എഴുന്നേക്കാൻ വൈകിയോ? അത് പിന്നെ അച്ഛമ്മേ, ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ആകാശിന്റെ വീട്ടില്. അതിന്റെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ. എന്നാലും പെൺകുട്ടികൾ ഉച്ചവരെ കിടന്നുറങ്ങരുത്. അത് വീട്ടിന് ഐശ്വര്യക്കേടാ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഞാനേ അച്ഛമ്മയുടെ അടുത്തൊരു കാര്യം ചോദിക്കാൻ വന്നതാ. ഞാൻ എന്റെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരട്ടെ അച്ഛമ്മേ. എന്തു പറ്റി ഇപ്പൊ പെട്ടെന്ന് അച്ഛനും അമ്മേനൊക്കെ കാണാൻ കൊതി തോന്നുന്നു? വെറുതെ ഇവിടെ ഇരുന്ന് ആകെ ബോറടിച്ചു. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ മോളെ. വൈകിട്ട് അവൻ എത്തുന്നേ മുമ്പേ ഇങ്ങോട്ട് എത്തിയാ മതി. താങ്ക് യു അച്ഛമ്മേ. മോളെ സുമി,